ജ്യോതി 2008 ഒരു ഭയങ്കര മനപ്രയാസത്തോടു കൂടി സംസാരിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വെള്ളം കുടിച്ചാൽ പോലും ഛർദ്ദിക്കും, മുഖത്ത് നോക്കി സംസാരിക്കില്ല. ആ രീതിയിലുള്ള ഒരു പേഷ്യൻ്റായിട്ടാണ് ജ്യോതി ആദ്യം എന്നെ സമീപിക്കുന്നത്. അപ്പം ശരിക്കും ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു, എൻ്റെ രോഗം മാറുന്നില്ല എന്നുള്ളൊരു വിഷമത്തിലാണ് ജ്യോതിയുടെ കൺസൾട്ടേഷൻ തുടങ്ങുന്നത്. അപ്പോൾ ഒരു ഡയഗ്നോസിസിന് തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചത്തെ സമയം വേണ്ടി വന്നു എന്നുള്ളതാണ്. ജ്യോതിയെ കൊണ്ട് സംസാരിപ്പിക്കാൻ കുറേയധികം ബുദ്ധിമുട്ടി സംസാരിപ്പിച്ച് ജ്യോതിയിൽ നിന്നും ജ്യോതിക്കുണ്ടായ പ്രശ്നങ്ങളെല്ലാം പുറത്തേക്ക് വരാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വന്നു. പക്ഷേ നല്ല സഹകരണം പേഷ്യൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയിരുന്നു. കാരണം സ്നേഹപൂർവ്വം അവരോട് അടുത്തപ്പോൾ അവരുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും എന്നോട് ഷെയർ ചെയ്യാൻ തയ്യാറായപ്പോൾ എനിക്ക് കാര്യമായ ചികിത്സ കൊടുത്തൊരു 30 ദിവസം എനിക്ക് ആശുപത്രിയിലേക്ക് കടത്തിയിട്ട് പഞ്ചകർമ്മ ചികിത്സകളെല്ലാം ചെയ്തു കൊടുത്ത്, ശരിക്കും പറഞ്ഞാൽ ഞാൻ കുട്ടീന്നാണ് വിളിക്കുക അവരെ. കാരണം എൻ്റെ മോളെ പോലെയാണ് ആ കുട്ടി എനിക്ക്. അപ്പം ആ കുട്ടിയെ ഈ രീതിയിലൊന്ന് ആക്കിയെടുക്കാൻ സർവശക്തനായ ധന്വന്തരി ഭഗവാൻ എന്നെ ഒരുപാട് അനുഗ്രഹിച്ചിരുന്നു. അതിൻ്റെ ഒരു അനുഗ്രഹമാണ് ആ കുട്ടിയും കിട്ടിയത്. അതിലിപ്പം വളരെ സന്തോഷവതിയായിട്ടാണ് ജ്യോതി ജീവിക്കുന്നത്. 2008 ഞാൻ ഈ ജ്യോതിയെ ചികിത്സിക്കുന്നത്. ചികിത്സ ചെയ്ത് വിട്ട ശേഷം ഇടയ്ക്ക് ജ്യോതി എന്നെ വന്ന് കാണാറുണ്ട്, അത്യാവശ്യമുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു 2018 ആയപ്പോൾ വീണ്ടും ജ്യോതി എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു, എനിക്ക് നല്ല ഫോർവേഡ് ആകാൻ പറ്റുന്നില്ല, ഓപ്പൺ അപ്പ് ആകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം പറഞ്ഞപ്പോൾ അത് യോഗ, ഭജന സംഘം അങ്ങനെ എന്തിലെങ്കിലുമൊക്കെ പോയി ചെയ്യാൻ പറഞ്ഞു. അത് ചെയ്തിട്ടും മാറ്റമില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ജ്യോതി ഒരു കാര്യം ചെയ്യേ, ജനിച്ച കാലത്ത് തൊട്ട് ഏത് കാലഘട്ടം തൊട്ട് മനസ്സിൽ ഓർമ്മയുണ്ടോ ആ ജീവിത കഥ ഓരോ ദിവസം ഓരോ പേജ് എഴുതാൻ നോക്ക്, പേജ് എഴുതി വായിക്കുക. അപ്പോൾ മനോവ്യഥ ഒരുപാടുള്ളവർക്ക് ഇതൊരു നല്ല ചികിത്സയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ വിഷമങ്ങൾ ബുക്കിൽ എഴുതുക, അത് അവർ തന്നെ വായിക്കുക. അപ്പം നമ്മൾ വേറൊരാളോട് പറയണ മാതിരിയുള്ള ഒരു ചികിത്സാ മെത്തേഡാണത്. അപ്പം അങ്ങനെ എഴുതി വായിക്കാൻ പറഞ്ഞു. അങ്ങനെ ബുക്ക് ജ്യോതി എഴുതി. അത് 2025 ആയപ്പോൾ ഗിന്നസ് ബുക്കിലേക്ക് കയറി ജ്യോതിയുടെ പുസ്തകം. അങ്ങനെ ജ്യോതി ശരിക്കും പറഞ്ഞാൽ ലോകപ്രസിദ്ധയായി, എന്നെയും ആക്കി. ഇതിനെ ഏറ്റവും കൂടുതൽ ജ്യോതിയെ സഹായിച്ചിട്ടുള്ളത് ജ്യോതിയുടെ മോളാണ്. ആ കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അമ്മയെ ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു അമ്മ കുഞ്ഞിനെ നോക്കുന്ന പോലെയാണ് ജ്യോതിയുടെ മോള് നിത്യ നോക്കിയിരുന്നത്. ആ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ എന്തെല്ലാം വിഷമതകളുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ശരിക്കും ഒരു അമ്മ ഒരു കുഞ്ഞിനെ നോക്കുന്ന ആ ഒരു സ്നേഹത്തോടെയും ആ ഒരു ബഹുമാനത്തോടെയും അമ്മയെ ശുശ്രൂഷിച്ച് അമ്മയെ ഒരു നിലയിലേക്ക് എത്തിക്കാൻ ഏറ്റവും പിന്നിൽ എൻ്റെ കൂടെ തന്നെ നിത്യയും ഉണ്ടായിരുന്നു. അതിൽ നിത്യക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നിത്യയോട് തീരാത്ത കടപ്പാടുമുണ്ട്, സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. കാരണം ഒരു മക്കളും ഈ കാലഘട്ടത്തിൽ അമ്മയെ ഇത്രയും സ്നേഹിച്ച് കൊണ്ട് നടക്കുന്നതായിട്ട് കാണാൻ പറ്റില്ല. അത് പൂർണ്ണമായിട്ട് നമുക്ക് നിത്യയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നിത്യയെ വിവാഹം കഴിച്ചു. ഇപ്പോൾ വിവാഹം കഴിഞ്ഞു, ഭർത്താവ് കാനഡയിലാണ്. പക്ഷെ വിവാഹം കഴിച്ച വീട്ടുകാരും നിത്യയുടെ അമ്മയ്ക്കുണ്ടായ ദുരിതങ്ങളൊന്നുമില്ല, അവരുടെ മകളെക്കാട്ടി സ്നേഹത്തോടു കൂടിയാണ് ആ കുട്ടിയെ അവരുടെ വീട്ടുകാരും ഇപ്പം നോക്കുന്നത്. അതുകൊണ്ട് അവരുടെ ആ ഒരു അനുവാദം കൂടി കിട്ടിയത് കൊണ്ട് അവരുടെ സഹായത്തോടു കൂടിയാണ് ഈ ബുക്ക് ഇറക്കാൻ പോലും നിത്യയ്ക്ക് പറ്റിയത്. അപ്പം അങ്ങനെ എനിക്ക് ഇങ്ങനെ ഇവരെ നന്നാക്കി എടുക്കാൻ ദൈവം ഒരു സംരംഭം തന്നു, അതിനൊപ്പം അനുഗ്രഹവും തന്നു. അവരെ ഒന്ന് നന്നാക്കി ഇന്ന് ജ്യോതി ലോകപ്രസിദ്ധിയായിട്ട് നിൽക്കുന്നുണ്ട് നിത്യയോടൊപ്പം. സന്തോഷമുണ്ട്.